പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നും ഘോഷിക്കുന്നു. മനുഷ്യരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. പ്രായം ചെന്നവരെയും രോഗികളെയും പരിചരിക്കുന്നതിനും ദുഃഖത്തിലെ ആശ്വസിപ്പിക്കുവാനും ആത്മവിഘ്നർക്ക് അത്താണിയാകുവാനുമായി ആരംഭിക്കുന്ന ഈ സ്ഥാപനം അങ്ങ് ആശീർവദിക്കണമേ. ഈശോയിലുള്ള വിശ്വാസത്തിന്റെയും പരസ്നേഹത്തിന്റെയും പ്രതീകമായി ഭവനത്തെ വിശുദ്ധീകരിക്കണമേ. കാരുണ്യപൂർവമായ ശുശ്രൂഷ ലഭിക്കുവാൻ ഇവിടെ അന്തേവാസികളാകുന്നവർക്ക് ഇടയാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദരിദ്രനെ സഹായിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. കഷ്ടതയുടെ കാലത്ത് കർത്താവിനെ നയിക്കും. ഭൂമിയിൽ അവൻ അനുഗ്രഹീതനെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. കർത്താവിനെ രോഗശയിൽ സഹായിക്കും. അവന് പരിപൂർണ സൗഖ്യം നൽകുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ നിത്യമായി അവനെ നിലനിർത്തുന്നു. ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദരിദ്രനെ സഹായിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെയും. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ പ്രാവശ്യം സിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്: നാം പരസ്പരം സ്നേഹിക്കണം. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായം അർപ്പിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നുവെങ്കിൽ അവന് ദൈവസ്നേഹം എങ്ങനെ ഉൾക്കൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസത്തിൽ സഹോദര സ്നേഹത്തെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വാക്കിലെന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രവൃത്തിയിലെ സത്യത്തിൽ വേണം നമ്മുടെ സ്നേഹം, ക്രൈസ്തവ സ്നേഹം പ്രകടമാകാനെന്നാണ് സ്നേഹം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഈശോയുടെ മാത്രമേ അതായിരുന്നല്ലോ. ഈ സ്ഥാപനം തുടങ്ങുന്നതിന് നമുക്കറിയാം, ഈ ഭവനം എപ്പോഴും നമ്മുടെ സഹോദരങ്ങൾക്ക് സഹായം അർപ്പിക്കുന്ന സഹോദരങ്ങൾക്ക് സഹായം നൽകുന്നതിനായിട്ടുള്ള ഒരു ഭവനമായിട്ടാണ് തുടക്കം മുതലേ. ആദ്യം ഇത് കുട്ടികൾ, എൻ്റെ ദരിദ്ര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കുന്ന കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഒരു ഹോസ്റ്റലായിരുന്നു. അതിനുശേഷം പിന്നീട് ഇത് ദീർഘനാൾ, നമുക്കറിയാം 10-15 വർഷത്തോളം HIV ബാധിച്ചിട്ടുള്ള സഹോദരങ്ങൾക്ക് അവരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭവനമായിരുന്നു. ഇപ്പോൾ വീണ്ടും നമുക്കറിയാം, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സഹായം അർപ്പിക്കുന്ന വൃദ്ധരും ഒറ്റപ്പെട്ടവരുമൊക്കെയായ സഹോദരങ്ങളെ പരിപാലിക്കുന്നതിനുള്ള ഒരു ഭവനമാക്കി നമ്മൾ ഇതിനെ മാറ്റുകയാണ്.
അതിന് മുൻകഴുത്തിന് ആദ്യം തന്നെ ഞാൻ പ്രൊഫഷണൽ സിസ്റ്ററിനെയും ഇവിടുത്തെ സൂപ്പർ സിസ്റ്ററിനോടെയും ഡിപ്പാർട്ട്മെൻറ്റിലെ സഹോദരിമാരെയെല്ലാം കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് പ്രായം ചെന്നവരുടെ എണ്ണം കൂടി വരുന്നുള്ളതും അവർ പ്രായമായവർ പലപ്പോഴും കുടുംബങ്ങളിൽ പല സാഹചര്യങ്ങളിലായിരിക്കുമെങ്കിൽ പോലും അവർ ഒറ്റപ്പെട്ടു പോകുന്ന, അവർക്ക് വേണ്ടത്ര ശുശ്രൂഷയോ പരിഗണനയൊന്നും ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ ഏറെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ കുടുംബങ്ങൾ പണ്ടൊക്കെ നമ്മുടെ വലിയ കുടുംബങ്ങളായിരുന്നു. വലിയ കുടുംബങ്ങളിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുടുംബങ്ങൾ വളരെ ചെറുതായി, മക്കൾ പലപ്പോഴും പ്രായമായ പഠനത്തിനും പിന്നെ ജോലിക്കുമൊക്കെ ആയിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ പ്രായമായ ഒരു വീടുകൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ നോക്കാനും ശുശ്രൂഷിക്കാനും ആളില്ലാത്ത വരുന്ന അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ സാധാരണ കുടുംബങ്ങളിൽ പോലുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, അല്ലാത്തരോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരോ അങ്ങനെയൊക്കെയുള്ളവർ വീണ്ടും വരാനുള്ള ഒത്തിരി സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ പ്രായമായവരും അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവർ നമുക്കറിയാം, നമ്മളെല്ലാവരും ആ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണ്. മനുഷ്യൻ നിലയിൽ നമുക്കറിയാം, നമുക്കാരും ഒരു ഇൻഷുറൻസും ഇല്ല. നമുക്കാർക്കും അസുഖം വരികയായിരുന്നു, നമുക്കാർക്കും പ്രായമാകരുന്നു, ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് ഇല്ലെന്നറിയാം. മറിച്ച് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ രോഗാവസ്ഥയിലൂടെയും സഹായമാകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകും. നമ്മളെല്ലാവരും ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ വയസ്സിനും ഓരോ ദിവസവും പ്രായം നമുക്ക് കൂടുകയാണ്. അപ്പോൾ നമുക്ക് മുൻപേയുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളോട് സഹാനുഭൂതിയോടെ സ്നേഹത്തോടെ കാരണത്തോടെ പെരുമാറുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മതദേശം ഒരിക്കൽ പറയുമല്ലോ, ഇന്നത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ദാരിദ്ര്യമല്ല, മറിച്ച് സ്നേഹിക്കപ്പെടാനായിട്ടുള്ള, അംഗീകരിക്കപ്പെടാനായിട്ടുള്ള, പരിഗണിക്കപ്പെടാനായിട്ടുള്ള ദാരിദ്ര്യമാണ്. അത് ഫ്രാൻസിസ് പിതാവും അതേ ആശയം പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യന് ഏറ്റവും അനുഭവപ്പെടുന്ന ദാരിദ്ര്യം അതാണ്. സ്നേഹത്തിൻ്റെ കുറവാണ്, കാരുണ്യത്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ അവരെ പരിഗണിക്കപ്പെടാതെ പോകുന്ന മനുഷ്യരുടെ ദാരിദ്ര്യം. അതൊരു വലിയ ദാരിദ്ര്യമാണ്. സാമ്പത്തിക ദാരിദ്ര്യത്തെക്കാളും ആഹാരമില്ലാത്ത ദാരിദ്ര്യത്തെക്കാളും മനുഷ്യൻ്റെ തളർത്തിക്കളയുന്നൊരു കാര്യം ഈ ഒരു മാനസിക അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഭവനം അങ്ങനെയുള്ള ഒത്തിരി പേരിൽ ഒരു 8-10 പേരെങ്കിലും അവരെ സഹായിക്കാൻ രീതിയിൽ നമ്മൾ ഈ ഭവനം തുറക്കുമ്പോൾ തീർച്ചയായിട്ടും അത് യഥാർത്ഥ ചൈതന്യത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് വരുന്ന ഈ സഹോദരിമാരെ കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ ഭവനം നമ്മുടെ ഇവിടെ നിലനിന്നിരുന്ന HIV കെയർ സെൻറ്റർ നമ്മൾ നിർത്തുകയും നമ്മുടെ പാലിയേറ്റീവ് കെയറായിട്ട് മാറ്റി ഉള്ളവരിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഇവർ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് ഞാൻ അതിനെ 100% സപ്പോർട്ട് ചെയ്തത്. വേറെ സന്തോഷമുണ്ട് ഈ ഭവനം അങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതിൽ, പ്രത്യേകിച്ച് ഒരു കാരുണ്യത്തിൻ്റെ വലിയൊരു ഭാവമായിട്ട് മാറുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ കാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഭവനത്തിൽ കടന്നു വരുന്നവർ ഇവിടെ എപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ പാവം കൂടെയാണല്ലോ ഇത്. തീർച്ചയായിട്ടും നമ്മുടെ ഇടവകയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇടവകയിലുള്ള സഹോദരങ്ങൾക്കും അപ്പം ഇവിടെ ചുറ്റുമുള്ള മറ്റു മനുഷ്യർക്കും ഇതൊരു വലിയ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യാതൊരു തടസ്സവും കൂടാതെ അല്ലെങ്കിൽ കൂടാതെ ഭവനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനുമായ അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവേ, ആശ്വാസം തേടി ഇവിടെ എത്തുന്ന എല്ലാവരെയും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, നിസ്വാർത്ഥമായ സ്നേഹവും ആത്മാർത്ഥമായ ശുശ്രൂഷയും വഴി അങ്ങയുടെ സജീവ സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ നിർമ്മിതിക്കായി സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിൽ വസിക്കുന്നവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും അങ്ങയുടെ പരിപാലനയിൽ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായേ,
ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുകയില്ല എന്ന സത്യം ഞങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കുകയും സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആരോഗ്യമുള്ളവർക്കെല്ലാം രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നരുളി ചെയ്യുകയും തന്നെ സമീപിച്ച രോഗികളെയും കുറച്ചരെയും ഒക്കെ സുഖപ്പെടുത്തി ആശ്വസിപ്പിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രായം ചെന്നവരുടെ ശുശ്രൂഷയ്ക്കും രോഗികളുടെ സൗഖ്യത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ക്ലേശത്തിന്റെ ആശ്വാസത്തിനുമായി ഞങ്ങൾ നടത്തുന്ന ഈ അടിയത്നങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ. അങ്ങയുടെ മാതൃക അനുകരിച്ച് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുവാൻ ഇവിടെ സേവനം ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. വേദനയുടെ രക്ഷാകര മൂല്യം കണ്ടെത്തുവാൻ ദിനനിവാസികളെ സഹായിക്കണമേ. പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഞങ്ങൾ വളർന്നു വരട്ടെ. അവസാനം ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യസൗഭാഗ്യത്തിൽ പങ്കുകാരാകുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ ഭവനത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഈ ഭവനത്തിലെ അന്തേവാസികളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ ഭവനത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം
അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കുവാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ഭവനത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മറിയോസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയും അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, വിശുദ്ധ യോസേപ്പേയും വിശുദ്ധ മർഗരീത്ത മറിയമേ, നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും യഥാനത്തോടും ഞങ്ങളെല്ലാവരും കൂടി എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചേർന്ന് പറയുന്നത് ഞാൻ ഇന്നത്തെ ഈ ദിവസത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാണ്. കാരണം ഞങ്ങൾ ഇങ്ങനൊരു സംരംഭത്തെ കുറിച്ചുള്ള കൂട്ടായ ചിന്തകളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ പരിണത ഫലമാണ് ഇന്നിപ്പം ഇവിടെ നമുക്ക് ഇങ്ങനൊരു കാര്യം ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് പറയുമ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സാഹചര്യമൊക്കെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ആശയവുമായി പിതാവിനെ സമീപിച്ചപ്പോൾ പിതാവ് അത് പൂർണ്ണമായിട്ടും അതിനുള്ള എല്ലാ സാന്നിധ്യ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ഹൗസ് നമുക്കായിട്ട് വിട്ടുതരികയും ഞങ്ങളോട് കാണിച്ച ഈ വലിയ സ്നേഹത്തിനും ഒക്കെ ഞങ്ങളുടെ ഈ സഹോദരിമാരുടെ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേരിൽ കൃത്യമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ ഈ പിതാവിൻ്റെ കൂടിയ അംഗങ്ങളും അതിനായിട്ട് വിട്ടു തന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരെയും ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയൊരു പരിപാടി ഞങ്ങൾ ഇന്നത്തെ ഈ ചടങ്ങ് പിതാവ് അതിന് കാർമ്മികത്വം വഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്തു. അത് പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഈ ഇതിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചപ്പോൾ മുതൽ പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളുമായിട്ട് സതീഷ് അച്ഛൻ്റെ സാന്നിധ്യവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ചാരിറ്റി പ്രവർത്തനം നമ്മൾ ചിന്തിക്കുമ്പോഴേ ഇവിടെ വന്നു കഴിഞ്ഞ് ഇങ്ങനെയൊരു സാധ്യത ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ തന്നെ അതായത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രൊഫസറിനെയും കൗൺസിലേഴ്സിനെയും ഞങ്ങൾ അറിയിച്ചു. അപ്പം ഞങ്ങളുടെ ഈ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോടൊത്ത് ഇവർ അത് ചിന്തിക്കുകയും അതിന് വേണ്ടതായ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ റൂബിയെയും അതുപോലെ സിസ്റ്റർ സൗമ്യ, സിസ്റ്റർ ജെസ്സി ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്നവരെല്ലാവരും
പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇവിടെ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന മറ്റ് സിസ്റ്റേഴ്സിനെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ വർക്കുകളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അത് ഞങ്ങളെ സഹായിച്ചത് റോഡിറ്റ MCDS ആണ്. അത്രയും ഈ സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നഗരസഭ കൗൺസിലർ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഏതെങ്കിലും സാഹചര്യം എന്തെല്ലാം കാര്യങ്ങൾ ഇവയെ സമീപിക്കുമ്പോഴും അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണ്ട വിധം ഞങ്ങൾക്ക് അത് സഹകരണവും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അത് സഹായത്തിന് പ്രത്യേകം മുന്നോട്ടുകൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ ഞങ്ങളുടെ ഇടവകയിൽ കുറേ വ്യക്തികൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൈക്കാരന്മാർ, വൈസ് കൗൺസിൽ അംഗങ്ങൾ, വാർഡ് ലീഡേഴ്സ്, ഇവരെയൊക്കെ പ്രത്യേകമായിട്ട് ഇവരുടെയൊക്കെ സഹകരണങ്ങൾ കൊണ്ടാണ് ഇനി ഞങ്ങൾക്ക് മുൻപോട്ട് പ്രവർത്തനം മുൻപോട്ട് പോകണമെങ്കിൽ നമ്മുടെ ആരുടെയും കഴിവിലൊന്നുമില്ല. അപ്പം അത് എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പലതരത്തിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സഹായിച്ച ഞങ്ങളുടെ സഹോദരിമാർ കുറച്ച് പേരുണ്ട്. അവരെല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ ഇടവകയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ചേട്ടൻ, ചേച്ചി, അതുപോലെ തന്നെ ഹോസ്പിറ്റല്, നിർമ്മല ഹോസ്പിറ്റല് ഓരോരോ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനും ഞങ്ങളെയും നന്ദി പറയുന്നു. ഞങ്ങളോട് ഇവിടെ നിർദ്ദേശത്തിന് എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടി എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് നിൽക്കുന്നു. മരുന്നായിട്ടാ പോകുന്നത്. അവിടെ ഇച്ചിരി സ്റ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. അത് നല്ല മഴയൊക്കെ ആയിരുന്നു. ഈ സംസാരമല്ലേ എപ്പോഴും അതാണ് പ്രശ്നം.